ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകളെ നൈപുണ്യ വിഭാഗങ്ങൾക്കനുസരിച്ച് 3ആയി തരംതിരിച്ചു. സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജിഹിയാണ് ഇത് സംബന്ധിച്ച് സുപ്രധാന മന്ത്രിതല തീരുമാനം പുറത്തിറക്കിയത്. ഉയർന്ന വൈദഗ്ധ്യം, അടിസ്ഥാനം എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കിയാണ് തരം തിരിച്ചിരിക്കുന്നത്. ആഗോള പ്രതിഭകളെ സൗദി തൊഴിൽ വിപണിയിലേക്ക് ആകർഷിക്കുന്നതിനും തൊഴിലാളി കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും വൈദഗ്ധ്യവും അനുഭവ പരിചയവും സൗദി തൊഴിൽ വിപണിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും ലക്ഷ്യമാക്കിയാണ് പുതിയ തീരുമാനം. 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന തീരുമാനത്തിന്റെ ആദ്യഘട്ടം ജൂലൈ 6 മുതൽ വന്നു. നിലവിൽ രാജ്യത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റുകൾ ശമ്പളത്തിന്റെയും ജോലിയുടെയും അടിസ്ഥാനത്തിൽ തരം തിരിച്ചു തുടങ്ങിയതാണ് ആദ്യഘട്ടം. ഈ വർഷം ഓഗസ്റ്റ് 3 മുതൽ ആരംഭിക്കുന്ന 2ാം ഘട്ടത്തിൽ ആദ്യമായി രാജ്യത്തെത്തുന്നവർക്കുള്ള വർക്ക് പെർമിറ്റുകൾ തരംതിരിക്കും. മന്ത്രാലയത്തിന്റെ ഹിവ പ്ലാറ്റ്ഫോം സൗകര്യത്തിന്റെ ചെലവിലാണ് തരംതിരിവ് ലഭ്യമാക്കുക. മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് വിഭാഗങ്ങൾക്കിടയിൽ മാറാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. പുതിയ തീരുമാനം സൗദി വിഷൻ 2030ന്റെയും ദേശീയ പരിവർത്തന പരിപാടിയുടെയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വലിയ സംഭാവന നൽകുമെന്നും മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. ഒമാനിലെ ബജറ്റ് എയർലൈനായ സലാം എയർ മസ്കറ്റ് കോഴിക്കോട് റൂട്ടിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ജൂലൈ 7 മുതൽ ജൂലൈ 13 വരെയുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി കമ്പനിയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നു. യാത്രക്കാരുടെ എണ്ണം കുറവായതാണ് റദ്ദാക്കലിന് കാരണമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. ജൂലൈ 14 മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിലും സർവീസുകൾ വീണ്ടും നിർത്തിവെക്കുമോ എന്ന ആശങ്ക യാത്രക്കാർക്കിടയിൽ നിലനിൽക്കുന്നു. ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന പ്രമുഖ ബജറ്റ് എയർലൈനാണ് സലാം എയർ. സർവീസുകൾ റദ്ദാക്കിയതോടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നവർ പ്രതിസന്ധിയിലായി. റദ്ദാക്കലുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സലാം എയർ യാത്രക്കാർക്ക് അയച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ഒമാനിലുടനീളം ഫീൽഡ് പരിശോധനകൾ ആരംഭിച്ചതായും നിയമലംഘനം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ സുരക്ഷ, സ്ഥിരത, ഗുണനിലവാരം എന്നിവ സംരക്ഷിക്കുകയാണ് നടപടികളുടെ ലക്ഷ്യം. ടെലികമ്മ്യൂണിക്കേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിന് പുറമെ വിവര സുരക്ഷയ്ക്കും നെറ്റ്വർക്ക് സമഗ്രതയ്ക്കും ഗുരുതര അപകടസാധ്യത ഉണ്ടാക്കുന്ന ഇന്റർനെറ്റ് കണക്ഷനുകൾ പുനർവിതരണം ചെയ്യുന്ന അനധികൃത വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വ്യാപകമായി പരിശോധനകൾ നടത്തുന്നതെന്നും ട്രാ അറിയിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും ഇന്റർനെറ്റ് സേവന നിയമങ്ങൾ പാലിക്കണം. ലൈസൻസില്ലാതെ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കുകളും മറ്റും നൽകുന്നത് ഒഴിവാക്കണം. ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഇത് വഴിവെക്കും. വ്യക്തിഗത വിവരങ്ങളും സ്ഥാപനങ്ങളുടെയും മറ്റും വിലയേറിയ ഡാറ്റകളും നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. സലാല പാതയിലെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ആദം വിലായത്തിലെ അൽബർക്കത്ത് പാലം മുതൽ അൽസാഹിയ പ്രദേശം വരെയുള്ള ഭാഗങ്ങളിൽ മണൽക്കൂനകളുണ്ടെന്നും ശക്തമായ കാറ്റിനെ തുടർന്നാണിതെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് വേനൽ ചൂട് കൂടുകയും പൊടിക്കാറ്റ് വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഡ്രൈവിംഗിൽ മാത്രമല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധ വേണം. നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്ന് ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു. ദൂരക്കാഴ്ച കുറയ്ക്കുന്ന പൊടിക്കാറ്റ് പലപ്പോഴും വില്ലനാകാറുണ്ട്. പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗതയിൽ വേണം യാത്ര ചെയ്യാൻ. മുന്നിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലം പാലിച്ചിരിക്കണം. മറ്റ് വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിക്കണം. റോഡ് ശരിയായ രീതിയിൽ കാണാത്ത സാഹചര്യത്തിൽ യാത്ര അല്പസമയം നിർത്തിവെച്ച് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം തുടരുക. പൊടിക്കാറ്റ് അടക്കമുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.
തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ സൂർ വിലായത്തിൽ കടലിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ മുങ്ങൽ വിദഗ്ധർ രക്ഷപ്പെടുത്തി. പാറക്കെട്ടിൽ നിന്നും ഇയാൾ കടലിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അടിയന്തര ചികിത്സ ലഭ്യമാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ പരിചരണം ഉറപ്പുവരുത്തിയതായും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. സലാലയിൽ നിന്നുള്ള മടക്കയാത്രയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 4 വയസ്സുകാരി മരണപ്പെട്ടു. നിസ്വയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ നവാസിന്റെയും ഭാര്യ റസിയയുടെയും ഇളയ മകൾ ജസ ഹൈറിനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ 3:30-ഓടെയാണ് ആദമിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശക്തമായ പൊടിക്കാറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ജസ ഹൈറിൻ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നാണ് വിവരം. നവാസും ഭാര്യ റസിയയും മൂത്ത മകൾ സിയ ഫാത്തിമയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ ആദം ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. റസിയയും കുട്ടികളും അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടമുണ്ടായത്. നടപടികൾ പൂർത്തിയാക്കി ജസ ഹൈറിന്റെ മൃതദേഹം ഇന്നലെ രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാട്ടിലേക്ക് കൊണ്ടുപോയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുമായി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായി റോയൽ ഒമാൻ പോലീസ് സ്മാർട്ട് സാങ്കേതികവിദ്യ ഒമാനിലുടനീളം ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. വാഹനമോടിക്കുന്നവരെ നിരീക്ഷിക്കുകയും അതുവഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഉയർന്ന കാര്യക്ഷമത കാരണം ഗതാഗത നിരീക്ഷണത്തിലും നിയമനിർവഹണത്തിലും ഈ സംവിധാനം ഉപയോഗിക്കുമെന്ന് ROP ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി പറഞ്ഞു. AI സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ട്രാഫിക് ലൈറ്റുകളിലെ സ്മാർട്ട് ക്യാമറകൾക്ക് പുറമെ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഗതാഗത പ്രതിരോധത്തിനുള്ള നേരിട്ടുള്ള രീതികളും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക നിരീക്ഷണം ഉൾപ്പെടെയാണിത്. അമിത വേഗത, റെഡ് സിഗ്നൽ മറികടക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ എന്നിവയാണ് സാധാരണയായി കണ്ടുവരാറുള്ള നിയമലംഘനങ്ങൾ. ഇത്തരം ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാഫിക് പോയിന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. താൽക്കാലിക ലൈസൻസ് റദ്ദാക്കൽ, ഡ്രൈവറെ ഡ്രൈവിംഗ് യോഗ്യതാ കോഴ്സുകളിലേക്ക് റഫർ ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് വാഹനം കണ്ടുകെട്ടൽ, ഒടുവിൽ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ നിയമ നടപടികൾ ക്രമേണ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ ബലക് സീറ്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് എയർലിഫ്റ്റ് ചെയ്തു. റുസ്താഖ് ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയതായാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചത്. ഏവിയേഷൻ വിഭാഗത്തിന്റെ സഹകരണത്തോടെയായിരുന്നു എയർലിഫ്റ്റിംഗ്. റുസ്താഖ് ആശുപത്രിയിലെത്തിച്ച് ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി.